ഇരുട്ടിന് അവസാനം കുറിച്ചുകൊണ്ട് പെരുമ്പാവൂർ നഗരസഭ 19-ാം വാർഡിന് അംഗനവാടി കെട്ടിടമായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 46 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. പെരുമ്പാവൂർ നഗരസഭയിലെ 19-ാം വാർഡിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിച്ച അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെത്തിയ MLAയെ വാർഡ് കൗൺസിലർ മിനി ജോഷി പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. മിനി അംഗനവാടി എന്നറിയപ്പെടും എന്ന് കാരണം അവർ മിനി ജോഷി യഥാർത്ഥത്തിൽ ഈ അംഗനവാടി നിർമ്മിച്ചതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവർക്കാണ്. ഞാൻ MLA വന്നതിന് ശേഷം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ഈ ഗുളിക കഴിക്കുന്നവർ രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, വൈകിട്ട് വിളിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ച് കരയും. ഭയങ്കര ടെൻഷനായിരുന്നു പുള്ളിക്കാരത്തേക്ക്. ഒരു പേപ്പർ റെഡിയായി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അംഗനവാടി നിർമ്മിക്കാൻ കഴിയാതെ പോകുമോ, കളക്ടറേറ്റിൽ വിളിക്കും. നിരന്തരമായി അതിൻ്റെ മുന്നിൽ ഫോളോ അപ്പ് ചെയ്ത് താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇത്ര കഠിനാധ്വാനം ചെയ്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ സ്ഥലം എന്ന് പറയുന്നത് പെരുമ്പാവൂരിലെ ഏറ്റവും കണ്ണായ സ്ഥലമാണ്. വില മതിക്കാനാകാത്ത ഒരു സ്വത്താണത്. അത് KSRTCയിൽ നിന്ന് പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ പല വ്യക്തികളുടെ സഹായത്തോടെ PP തങ്കർ സാർ അടക്കമുള്ള ആളുകളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് 20 വർഷം കഷ്ടപ്പെട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദം നൽകുന്നതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അംഗനവാടിക്ക് കൊടുക്കുന്ന പൈസ 20 അല്ലെങ്കിൽ 22 കൊടുക്കുള്ളൂ, അതിന് ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ അത്ര 46 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വിനിയോഗിച്ചത്. 46 എന്ന് പറയുമ്പോൾ വലിയ തുകയാണ്. 18% GST പോകും. അങ്ങനെയുള്ള ടാക്സ് ഒക്കെ കുറയും. 10% തുക ഇതിന് ലാഭവിഹിതമായി കോൺട്രാക്ടറുടെ ലാഭത്തിന്റെ ഉൾപ്പെടെ അങ്ങനെ കുറെ പൈസകൾ പോകുമെങ്കിലും 46 ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ ഹൃദയഭൂമിയിൽ അതിമനോഹരമായിട്ടൊരു അംഗനവാടി നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. 2005 തുടങ്ങി ഇന്ന് 2025 വന്നപ്പോഴേക്കും ആ വലിയ ആഗ്രഹം ഇന്ന് പൂവണിയാണ്. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരികയും അതിനൊരു ആത്മാർത്ഥത ഉണ്ടാകുകയും ചെയ്താൽ ലോകം മുഴുവൻ അതിൻ്റെ ഒപ്പം നിൽക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. സൗദപ്രസംഗം സൂചിപ്പിച്ച പോലെ തങ്കസാറ് മുതൽ ഇന്ന് MLA വരെ കൈകോർത്ത് ചേർത്ത് പിടിച്ചപ്പോഴാണ് ഇത്ര സ്വപ്നതുല്യമായ ഒരു അംഗൻവാടി നമുക്കിവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞത്. ഏതൊക്കെ രീതിയിലാണ് അതിന്റെ തുടർ നടപടികൾ പോന്നിരുന്നത് എന്ന് മുഴുവനായി ഇവിടെ രേഖപ്പെടുത്താൻ തുടങ്ങിയാൽ സ്വാഗത പ്രസംഗം ഇന്നിവിടെ തീരില്ല. അതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ചുരുക്കിയത്. ഒരു 20 വർഷം ഒരു പദ്ധതിക്ക് വേണ്ടി തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഒരു പൊതുപ്രവർത്തക മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രമുള്ള അനുഭവങ്ങളാണ് ഈ അംഗൻവാടിയുടെ നിർമ്മാണമായി നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപേക്ഷകൾ കൊടുത്തു, അത് നിരസിക്കപ്പെട്ടു. അതിനുശേഷം ലാസ്റ്റ് കോടതി വരെ കയറി. സമരങ്ങൾ കോടതി വരാതെയിലൂടെ നിരവധി സഞ്ചരിച്ച കഥകൾ വരെ പറയുമായിരുന്നു. ഇപ്പോൾ എത്ര തവണ തിരുവനന്തപുരത്തും എറണാകുളത്തും യാത്ര നടത്തി. നമുക്കറിയാം, ഒരിക്കലും ഒരു കൗൺസിലറെ സംബന്ധിച്ച്, ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഇത്രമാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കാര്യം നടത്താൻ ഇത്ര ദൃഢനിശ്ചയത്തോടുകൂടെ തീരുമാനമെടുക്കുകയും അത് നടത്തുകയും ചെയ്തത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മിനി ജോഷിയാണ്. മിനി ജോഷിക്ക് മാത്രമേ അത്ര ദൃഢനിശ്ചയത്തോടുകൂടെ ഒരു തീരുമാനത്തിൽ എടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയൂ എന്ന് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമകൃഷ്ണൻ, അഭിലാഷ് പുതിയടുത്ത, രൂപേഷ് കുമാർ, അനിതാ ദേവി, ബിജു ജോൺ ജേക്കബ് തുടങ്ങി കൗൺസിലർമാരും ആശംസകൾ നേർന്നു. 19-ാം വാർഡിന് സ്വന്തമായൊരു അംഗനവാടി ലഭിച്ചതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണെന്ന് വാർഡ് കൗൺസിലർ മിനി ജോഷി പറഞ്ഞു. ഇന്നിവിടെ ഈ അംഗനവാടി കെട്ടിടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം 20 വർഷത്തെ എൻ്റെ പ്രയത്നമാണ് ഇന്ന് പൂവണിഞ്ഞത്.
ഇതിനു വേണ്ടി 2005 ആദ്യമായി ഞാൻ കൗൺസിലർ ആയപ്പോൾ തുടങ്ങി പ്രയത്നം തുടങ്ങിയത്. ഇന്ന് 2025 ആയപ്പോഴാണ് അതിനൊരു പരിഹാരം കണ്ട് നമുക്ക് സ്വന്തമായി കെട്ടിടം പണിയാൻ സാധിച്ചത്. ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. പല തടസ്സങ്ങളും നമുക്ക് ആദ്യ സ്ഥലം നമുക്ക് കിട്ടുകയും പിന്നീട് അത് കേസിലേക്ക് പോവുകയും കേസ് വാദിച്ച് അന്നത്തെ KSRTCയുടെ MD ആയിരുന്ന ശ്രീ ബിജു പ്രഭാകർ സാറ് ആണ് അവസാനം എൻ്റെ ഇത്രയും പ്രയത്നം കണ്ടിട്ട് സാറ് പറഞ്ഞു 3 സെൻറ്റ് തന്നേക്കാമെന്ന്. അങ്ങനെയാണ് നമുക്ക് ആ കേസ് വിജയിക്കുകയും നമ്മൾ ഹൈക്കോടതിയിൽ കേസ് വാദിച്ചിരുന്നു. ആ കേസ് വിജയിക്കുകയും ഇന്ന് ഇതുപോലെ ഒരു 46 ലക്ഷം നമ്മുടെ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 46 ലക്ഷം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു അംഗനവാടി കെട്ടിടം പണിയാൻ സാധിച്ചത്. ഇതിനു വേണ്ടി ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അതായത് കല്ലിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു സന്തോഷമായില്ലേന്ന്. പക്ഷെ കല്ലിട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായിട്ടില്ല. കെട്ടിടം വന്ന് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കയറുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷം വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഒരുപാട് എനിക്ക് ഈയിടെയായിട്ട് കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു ഉദ്ഘാടനം വന്ന. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം മാറി ഒരു സന്തോഷമായി. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.